അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഗൾഫ് ജീവിതത്തിനെ കുറിച്ച് വീണ്ടും പറയണം കേട്ടോ. വീഡിയോ അപ്പം ഞാൻ ചാറ്റിക്ക് വേണ്ടിയിട്ട് നടത്തണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെല്ല് അമർത്തണം ഒക്കെ ചെയ്തോളൂ കേട്ടോ. ചാറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗൾഫിൽ പിന്നെയും 3-4 വട്ടമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വിസ തീർന്നു വിസ അടിക്കലും കഴിഞ്ഞിട്ട് അക്കാം അടിക്കാൻ പോവാണ്. അപ്പോൾ അക്കാം അടിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അറബി ഉണ്ട്. അപ്പോൾ ഞാൻ അറബിയും കൂടി പോകണം. അപ്പോൾ അറബി ആണെങ്കിൽ സെക്യൂരിറ്റി ആണ്, അവനൊരു കമ്പനിയിൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ അവന് മലയാളം അറിയാം, ഹിന്ദി അറിയാം, എല്ലാ ഭാഷയും അറിയാം. അവിടെയുള്ളവരൊക്കെ ആയിട്ട് അവൻ കൂട്ടിക്കെട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പറയും, എന്നെ കാണുമ്പോൾ മൽബറി പോണില്ല, മൽബറി മലയാളീനെ പറയണം, മൽബറി പോണ്, പോയി സംസാരിച്ചോ എന്ന് പറയും. അപ്പം ഞാൻ കളിയാക്കാന്ന് വിചാരിക്കട്ടെ. അപ്പം ഞാനൊന്നും പോകണില്ല എന്ന് പറയും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അക്കാൻ പഠിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ അറബിച്ചോളുണ്ടാവും, ജോലി ഖദ്ദാമ്മമാരുണ്ടാവും പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും അറബീനെ കണ്ടുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും, തൻ്റെ ഖദ്ദാമിയ എന്ന് പറയൂട്ട. അങ്ങനെ ഭയങ്കര തമാശയുള്ള ഒരു പാവ മനുഷ്യനാണ്. അങ്ങനെയൊക്കെ പറയൂട്ട. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അറബിച്ചിനെ കാണുമ്പോൾ എന്നോട് കണ്ണുകൊണ്ട് കാണിക്കുക. നല്ല സുന്ദരി അറബിച്ചോളാണല്ലോ അവിടെ ഉള്ളവരൊക്കെ. അപ്പം എന്നോട് കണ്ണുകൊണ്ട് കാണിക്കുക. അപ്പോൾ ഞാൻ പറയും, ഉണ്ടാണ്ടിരിക്കും, എന്തുട്ടേ കാണിക്കണേന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണടയ്ക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര തമാശയാണ്. എന്നിട്ട് ഞങ്ങൾ അക്കാൻ മടിച്ച് വരുമ്പോൾ ലൈല ചായ വേണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, വേണ്ട ബാബ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇവനാണെങ്കിൽ കള്ളു കുടിക്കും, നന്നായി കള്ളു കുടിക്കും കേട്ടോ. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ വിസയാണ് കേട്ടോ. അപ്പോൾ അക്കാൻ മടിച്ച് കൊണ്ടാക്കിയാൽ ഞാൻ എൻ്റെ താമസ സ്ഥലം ഇവന് കാണിച്ചു കൊടുക്കില്ല. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒരു മലയാളിയുടെ വീട്ടിലാന്ന് പറയും. അങ്ങനെ പറയുള്ളൂ, കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ എനിക്കൊരു കൊല്ലം എത്തുമ്പോൾ ഞാൻ പറയും, എനിക്ക് പാസ്പോർട്ട് വേണം ബാബ, നാട്ടിൽ പോകണമെന്ന് പറയും. അതെന്ത് ഇപ്പോൾ നാട്ടിൽ പോകണം? അയ്യോ, എനിക്ക് നാട്ടിൽ പോകണം ബാബ, എനിക്ക് പാസ്പോർട്ട് കൊണ്ടുവന്ന് തരുമോ? എവിടേക്ക് കൊണ്ടുവരണ്ടേ? അപ്പം ഞാൻ വീട് പറയില്ല, ഞാൻ താമസിക്കുന്ന സ്ഥലം പറയില്ല കേട്ടാ. ഇപ്പോൾ ഒരു റൗണ്ട് അബൌട്ടുണ്ട് അറുപി റൗണ്ട് അബൌട്ടിൻ്റെ പേര് പറയും, അവിടേക്ക് കൊണ്ടുവന്നാൽ മതി ബാബ എന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ബാബയ്ക്ക് ഞാനൊരു കുപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്, തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധനം കഴിക്കാനുള്ളത് സാധനം മേടിച്ചിട്ട് ബാബോട് വൈകുന്നേരം ആ പാലത്തിൻ്റെ അടിയിൽ വരാൻ പറഞ്ഞിട്ട് ഈ സാധനം കാണാണ്ട് കൊണ്ടുപോയി കൊടുത്ത് പാസ്പോർട്ട് മേടിച്ച്. പാവം എന്തോ ഒരു നല്ല സ്വഭാവം എന്നൊരു ഇങ്ങനത്തെ ഒരു അറബീന് ഒരാൾക്കും കിട്ടില്ല. അങ്ങനെ പാസ്പോർട്ട് മേടിച്ച് കൊണ്ടുവരും. ലൈല 2 മാസത്തി വന്നോട്ടാന്ന് പറയും. വരാം ബാബ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കാണിച്ച് അങ്ങനെ പോരും കേട്ടോ. പോകുന്ന കഴിഞ്ഞ് 2 മാസം എത്തിയിട്ട് പാസ്പോർട്ട് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കൊടുക്കാനായിട്ട് വിളിക്കും. എന്നാ വന്നേ, അമ്മയ്ക്ക് സുഖമില്ല ബാബ, ആസ്പത്രിയിലായിരുന്നു, അതാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ വരണ്ടേ, എൻ്റെ ഭാര്യേനും മക്കളെയൊക്കെ കാണണ്ടേ എന്ന് പറയും. ഞാൻ പറഞ്ഞു, പിന്നെ പോവാം, പിന്നെ വരാം. അപ്പം എനിക്കവിടെ ഒരു ഖദ്ദാമിയുണ്ട്, അവിടെ ഒരു ഖദ്ദാമിയുണ്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങോർക്ക് എത്രയാ 8-9 മക്കളങ്ങളുണ്ട്, ഭാര്യയുണ്ട്. ഇത് റൂവിൽ ഒരു ചെറിയ ഒരു വാടക വീട് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള വീടുണ്ട്, അവിടെയാണ് ഇവൻ താമസിക്കുന്നത്. രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകണം. വീട് കുറേ അകലെ, എത്രയോ കിലോമീറ്ററൊക്കെ പോയിട്ട് വേണം. അപ്പോൾ എന്നോട് പറയില്ല, അതിൻ്റെ വീട് കാണണ്ടേ, അവിടെ വേറൊരു ഖദ്ദാമിണ്ടില്ല എന്ന് പറയും. അപ്പോൾ ആരെ ശമ്പളം കൊടുക്കുക, അത് എൻ്റെ ഭാര്യ കൊടുക്കും, മോൻ കൊടുക്കും. അത് ശരി. അപ്പോൾ ബാബ ഇങ്ങനെ കിട്ടുന്നത് കുടിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് ചിരിക്കും. അത്രയും നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ എൻ്റെ അർബാബേ. അപ്പോൾ അങ്ങനെ അർബാബ് ഒരു ദിവസം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ലൈല ഞാൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റെഡിമെയ്ഡ് വീടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വരാം ബാബ, നമ്മളവരെ ജോലിക്കാരിയാണല്ലോ, എന്നാൽ ശരി ഇന്ന സമയത്ത് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ റെഡിമെയ്ഡ് വീട് എന്ന് പറഞ്ഞാൽ ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. ഒരു ഹാളും ഒരു ബാത്റൂമും ഒരു അടുക്കളയുള്ളൂ. അപ്പോൾ അതിൽ 2 കട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞു, എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ അറബി വന്നു. അപ്പോൾ അറബി വന്നപ്പോൾ ചോദിച്ചു, സെയ്ഫിൻ്റെ ആരാ? അപ്പോൾ പറഞ്ഞു, അതെൻ്റെ ഖദ്ദാമ എന്ന് പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സൈസ് കണ്ണുണ്ട് കാണിക്കലിട്ടാ. അപ്പം എൻ്റെ അറബി പറഞ്ഞേ, ലൈല പണിയൊക്കെ കഴിഞ്ഞ് വേഗം പൊയ്ക്കോട്ടാ, ഇവർ 2 കുടിക്കാൻ വേണ്ടിയിട്ടാണ്.
പോയിക്കോ. അത്രയും നല്ല സ്വഭാവമാണ്. നമ്മൾ ഒരു അനാവശ്യ വാക്ക് പറയുമോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അത്രയും നല്ല സ്വഭാവമുള്ള അറബി കേട്ടാ. എന്നിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് വീട്ടിൽ പോരും. അപ്പോഴും ഞാൻ പറയില്ല, ഞാൻ പറയും ഞാനൊരു മലയാളിയുടെ വീട്ടിലാണ് നിൽക്കണം ബാബ, എനിക്ക് അവിടേക്ക് വേഗം എത്തണം എന്നൊക്കെ പറഞ്ഞ് പോരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൾഫിലത്തെ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗങ്ങൾ. ഇനി അടുത്തുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ എനിക്ക് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ഒരു കുറേ യൂട്യൂബർമാർ ഇഷ്ടം പോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബർമാർ തന്നെയൊന്നല്ല, മറ്റുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും നല്ലത് മാത്രം വരും. അപ്പോൾ യൂട്യൂബർമാർക്ക് എനിക്ക് ചെയ്തവർക്കൊക്കെ തിരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും അതുപോലെ എനിക്ക് സപ്പോർട്ട് വേണം കേട്ടോ എല്ലാവരുടെയും. നമുക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് വരുമാനം കിട്ടി ഉറപ്പായിട്ടും ഞാൻ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഫോണിൽ കാണിക്കും, യൂട്യൂബിൽ കാണിക്കും കേട്ടോ. ഞാൻ കള്ളത്തരല്ല, എനിക്കൊന്നും കൊടുക്കാൻ മാർഗ്ഗമില്ലല്ലോ. ഞാനിങ്ങനെ ഈ അനാഥശാലയിലൊക്കെ പോയി കണ്ടപ്പോഴേ അവിടെ വയസ്സായി ഒരു കിടപ്പ്, അയ്യോ, കിടക്കണ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സങ്കടവും. നമുക്ക് വയ്യാത്തവർ കിടക്കണോ, വസ്ത്രങ്ങളൊക്കെ കീറി ഇതൊക്കെ ഇട്ടിട്ടും കിടക്ക ചുവല്ലാണ്ടും വയ്യാണ്ടും നിലവിളിച്ചും കിടക്കണ കാണുമ്പോൾ നമ്മൾ സഹിക്കില്ല. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നിനല്ല കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം, വലൈക്കും അസ്സലാം.